ചാലക്കുടി അതിരപ്പള്ളിയിൽ പുഴയിൽ തമ്പടിച്ച ആനക്കൂട്ടത്തെ വനം വകുപ്പ് കാട് കയറ്റി. വെറ്റിലപ്പാറ ഭാഗത്താണ് ആനക്കൂട്ടം പുഴയിൽ തമ്പടിച്ചത്. അതേസമയം ഈ പ്രദേശത്തെ ആനകളെ മുഴുവൻ തുരത്താനുള്ള വനംവകുപ്പിന്റെ സ്പെഷ്യൽ ഡ്രൈവിന് അല്പസമയത്തിന് തുടക്കമാകും. പുഴയിലിറങ്ങിയ ആന കരയ്ക്ക് കയറി കാട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേർന്ന് പറയൂ ശ്രീജിത്തെ. ആനകൾ 4 ആനകളാണ് രാവിലെ ഇത്തരത്തിൽ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന 4 ആനകളാണ്. അത് വെള്ളം കുടിക്കാനൊക്കെയായി പുഴയുടെ ഭാഗത്തേക്ക് നീങ്ങിയപ്പോഴാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ RRT സംഘവും അതുപോലെ തന്നെ ഇവിടുത്തെ റേഞ്ചിലെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ചേർന്ന് എത്രയും പെട്ടെന്ന് കാട് കയറ്റിയിരിക്കുന്നത്. ഈ സ്പെഷ്യൽ ഡ്രൈവ് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഒരു 11 മണിയോടുകൂടി ഒരു ഉന്നതതല യോഗം നടക്കുന്നുണ്ട്. DCF KK സുനിൽകുമാറാണ് ഈ ദൗത്യത്തിന്റെ സംഘത്തലവൻ. അതാണ് ഇന്നലെ ഷിബു ബേബി ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആ ഉന്നതതല യോഗത്തിൽ ആ ഒരു തീരുമാനമാണ് ഉണ്ടായത്. എന്തായാലും നമ്മളിപ്പോൾ വെറ്റിലപ്പാറ മേഖലയിൽ തന്നെയാണ് ഉള്ളത്. തൊട്ടപ്പുറത്തെ ആ പ്രദേശത്ത് ആനകൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ മേഖലയിൽ ഇപ്പോഴും പരിശോധനകൾ നടത്തുകയാണ്. ആ മേഖലയിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. അതിന് താഴെ പുഴയാണ്, അതിരപ്പള്ളി പുഴയാണ്. സ്വാഭാവികമായി ആ മേഖലയിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വന്ന ആനകൾ അവിടെ തന്നെ തമ്പടിച്ചിട്ടുണ്ടാകാം ഈ 4 ആനകളും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാട് കയറ്റിയ ആനകൾ ഇപ്പോഴും അവിടെ തന്നെ തുടരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഇതിനപ്പുറത്ത് ഏതാണ്ട് ഒരു 5ഓളം വരുന്നൊരു കാട്ടാനക്കൂട്ടം ഉണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ആനകളെ പൂർണ്ണമായി ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ആനകളെ മറ്റു മേഖലകളിലേക്ക്, അതായത് ഉൾവനത്തിലേക്ക് കടത്തിവിടുക എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ അവർ മുന്നിൽ കാണുന്നത്. എന്തായാലും ഈ ദൗത്യ സംഘത്തിന്റെ യോഗം ഒരു 11 മണിക്കാണ് ചേരുന്നത്. അതിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഒക്കെ തന്നെ പങ്കെടുക്കും. ശേഷം എന്താണ്, എവിടെയൊക്കെയാണ് ആനകൾ ഉള്ളത്, ആ മേഖലകളിലേക്ക് വിവിധ ചെറു ഗ്രൂപ്പുകളായി അവർ തിരിഞ്ഞു പോകും. അതിനുശേഷമായിരിക്കും ആ ദൗത്യം ആരംഭിക്കുക. എന്തായാലും കാട് കയറ്റിയത് 4 ആനകളെ മാത്രമാണ്. അത് ഇവിടെ വെള്ളം കുടിക്കാനും മറ്റുമൊക്കെയായി വന്ന ആനകളാണ്. അവയെ കാട് കയറ്റിയിട്ടുണ്ട്. പക്ഷേ അപകടകാരിയായ ആനയടക്കം ഇപ്പോഴും മറ്റു മേഖലയിൽ, ജനവാസ മേഖലയ്ക്ക് സമീപം തുടരുന്നു എന്ന ആശങ്കയുള്ള സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. SK. ഓക്കെ, ശ്രീജിത്ത് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.